मेरे प्यारे बच्चों, उर्दू यूएसएस क्लास में सभी को मेरा पर खुलूस आदाब। എല്ലാ മക്കളും USS പരീക്ഷയൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി ഇങ്ങനെ ഇരിക്കുകയാണ്. റെഡിയല്ലേ മക്കളെ? യെസ്, എന്താണ് നമ്മുടെ ഉറുദുവിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡിയല്ലേ? വളരെ എളുപ്പമായിരുന്നോ മക്കളെ? റെഡിയാണോ? സെറ്റാണോ? യെസ്, നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണോ? ശരിയാകും എന്തായാലും അല്ലേ? വളരെ എളുപ്പമായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യ പേപ്പർ കാണുമ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാകും. റെഡിയല്ലേ? യെസ് മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ ഉത്തരം എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. റെഡി? അച്ഛാ ബച്ചോ ദേഖിയേ. യെസ്, പാർട്ട് എ ആയിരുന്നു അല്ലേ? നമ്മുടെ ഉറുദു ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലേ? ഉറുദു അല്ലേ? ആ 1 to 15 വരെയുള്ള ആ ഉറുദുവിന്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. എന്തായിരുന്നു മക്കൾ ആദ്യത്തെ ചോദ്യം? ആജ് ഇത്വാർ ഹേ തോ കൽ കോൻ സാ ദിൻ ഹേ. വളരെ എളുപ്പമാണ്, ദിവസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ? ആജ് ഇത്വാർ ഹേ. ഏതാ ഇത്വാർ? യെസ്, സൺഡേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് വരുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്, പീർ അല്ലേ? തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് നമുക്ക് ശരിയായിട്ട് വരുന്ന ഉത്തരം. അപ്പൊ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ? യെസ്, നിങ്ങൾ എന്ത് എഴുതിയുണ്ടാവും? തിങ്കളാഴ്ച വരുന്ന ഉത്തരം നിങ്ങൾ വളരെ മനോഹരമായിട്ട് എന്ത് എഴുതിയുണ്ടാവും? കറുപ്പിച്ചിട്ടുണ്ടാകും. റെഡിയല്ലേ? എളുപ്പമായിരുന്നല്ലോ ആദ്യത്തെ ചോദ്യം തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കദം അപ്ന ആഗെ ബഡായേ ചലേംഗെ അല്ലേ? ഈ ഒരു ആദ്യത്തെ വരി നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ പാഠഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നല്ലോ. മാഷ് ഒരു പദ്യം അന്ന് നിങ്ങൾക്ക് തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ആ ഒരു പദ്യം നിർബന്ധമായിട്ട് നമുക്ക് വരും എന്നുള്ളത് അല്ലേ? അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ് ചെയ്ത് വന്നത് കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് മാഷിനറിയാം അല്ലേ? അഷ്ആർ മേ ഷായർ കിസ്കെ ബാരെ മേ ബയാൻ കർത്താ ഹേ. ഈ വരികളിൽ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആരെ കുറിച്ചിട്ടാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്? കിസാനാണ് അല്ലേ? കർഷകനെ കുറിച്ചിട്ടാണ്. ആ പാഠഭാഗം നിങ്ങൾ മനോഹരമായിട്ട് പഠിച്ചത് കൊണ്ട് എന്തായാലും ഇതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങൾ കൃത്യമായിട്ട് ആ ഉത്തരം ഐഡന്റിഫൈ ചെയ്തു എന്ന് മാഷിനറിയാം. ഇനിയോ അടുത്തതായി നമുക്ക് വരുന്ന ചോദ്യം എന്താ? ലാൽ കില അല്ലേ? എന്താണത്? ചെങ്കോട്ട എവിടെയാണ്? കഹാം വാക്കിയ ഹേ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതെവിടെയാണ് മക്കളെ? ദില്ലിയിലാണ് എന്ത് ചെയ്യുന്നത്? ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, അത് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ഇനി നമുക്ക് വരുന്ന ചോദ്യം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ തിരങ്ക ജണ്ട അല്ലെ? ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൗമി ജണ്ടേക്ക് ഊപ്പർ കാ രംഗ് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെയാണ് അല്ലേ? ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം എന്താണ്? സഫറാനി എന്നുള്ളതാണ്. അതും സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ഇനി അടുത്ത ചോദ്യം എന്താണ് വരുന്നത്? എന്താണ് വരുന്നത് മക്കളെ? ഇൻമേ ഏക് ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ അല്ലേ? കൗമി ഫൂൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കവലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആവർത്തിച്ച് ഒരുപാട് തവണ എന്ത് ചെയ്തു? മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? റെഡി? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹം കാൻ സേ സുൻതേ ഹേ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ചെവി കൊണ്ട് കേൾക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗ്സേ കണ്ണുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദേഖ്തേ ഹൈ അല്ലേ? കണ്ണുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു അല്ലേ? വളരെ സിമ്പിളാണ്, അത് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ഇനി നോക്കാം. സഹി ജുംല ചുൻകർ ലിഖിയേ. ശരിയായ പദം ഏതാണ് അല്ലേ? ബക്കരി ഗാസ് ഗാത്തി ഹേ, ബക്കരി ഗാസ് ഗാത്തി ഹൈ, ബക്കരി ഗാസ് ഗാത്താ ഹേ, ബക്കരി ഗാസ് ഗാത്തേ ഹൈ. ഇത് ശരിയായിട്ടുള്ളത് ആദ്യത്തെ ഓപ്ഷനാണ് എന്ന് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും? സിമ്പിളായിട്ട് മനസ്സിലാക്കും അല്ലേ? ബക്കരി എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. ഇത് കാരണം എന്താണ്? ബക്കരി ഗാസ് ഗാത്തി ഹേ അല്ലേ? ഞാൻ പുല്ലിംഗാണെങ്കിൽ ബക്കര ഗാസ് ഗാത്താഹേ എന്ന് എന്ത് ചെയ്യും? നമ്മൾ പറയുക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ശരിയായിട്ട് വരുന്ന ഉത്തരം. ബക്കരി ഗാസ് ഗാത്തി ഹേ അല്ലേ? ബക്കരി എന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗാത്തി ഹേ, ബക്കരി ഗാസ് ഗാത്തി ഹേ. ക്ലിയർ അല്ല മക്കളെ? റെഡി അല്ലേ? അതും നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മനസ്സിലായി ഉണ്ടാവും. ഇനി എന്താ ചോദ്യം? യൗമി മുത്താലിയ കബ് മനായ ജാത്താ ഹേ. എന്താണ്? വായനാ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത് അല്ലേ? ഓപ്ഷൻ ബി ആണ്. ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ വിവിധ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ നടത്താറുണ്ടല്ലോ. യെസ്, വായനാ ദിനം. VN പണിക്കരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അത് നമ്മുടെ സ്കൂളിലൊക്കെ പ്രോഗ്രാം ഒക്കെ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ക്യൂസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്തായാലും കൃത്യമായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകും അല്ലേ? റെഡി അല്ലേ മക്കളെ?
ഇനി പഹേലി അല്ലേ, പഹേലി പൂജിയേ അല്ലേ, എന്താണ് പഹേലി പൂജിയേ ഓ സഹി ജവാബ് ചുൻ ലീജിയേ. എന്ത് ചെയ്യണം, കടങ്കഥ താഴെ കൊടുത്തിട്ടുണ്ട്, അതെന്ത് ചെയ്യണം, വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തണം അല്ലേ. ഗണ്ടി ബച്ചാത്തി ജാത്തി ഹും ദോ പഹിയും കി ഗാഡി ഹും സടക്കോം പർ മേ ചൽത്തി ഹും ബോലോ ബോലോ മേ കോൻ ഹോ. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ അത്, യെസ് സൈക്കിളാണ്. റെഡി അല്ലേ മക്കളെ, സൈക്കിൾ അല്ലേ. യെസ്, വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്, ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. എളുപ്പത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചാച്ചാജി കെ നാം സേ കോൻ മഷ്ഹൂർ ഹേ. ചാച്ചാജി എന്ന പേരിൽ പ്രസിദ്ധനായ താഴെ പറയുന്നതിൽ ആരാണ്? ഗാന്ധിജിയാണോ? അല്ല, ഗാന്ധിജി നമ്മൾ ബാപ്പുജിയാണ് എന്ന് നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അബുൽ കലാം ആസാദ് അല്ല, ജവഹർലാൽ നെഹ്റു ആണ് ചാച്ചാജി എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ളത് അല്ലേ. സുഭാഷ് ചന്ദ്രബോസ് അല്ല, അപ്പം ജവഹർലാൽ നെഹ്റു ആണ് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നോക്കാം മക്കളെ. ലഫ്സ് ന്യാര കാ ഹമാവാസ് ലഫ്സ് കോൻ ഹേ. ലഫ്സ് ഹേ ഏതാണ് താഴെ പറയുന്നതിൽ ന്യാര എന്നതിന് സമാന പദമായിട്ട് വരുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മുടെ എല്ലാ എക്സാമുകളിലും അല്ലേ, ഇനി വരുന്ന പബ്ലിക് എക്സാമിലൊക്കെ ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവും. സമാന ശബ്ദം അല്ലേ, സമാന ശബ്ദം. ന്യാര എന്നതിൻ്റെ സമാന ശബ്ദം ഏതാണ്? പ്യാര എന്നുള്ളതാണ് അല്ലേ. ന്യാര എന്നുള്ളതിൻ്റെ സമാന ശബ്ദമായിട്ട് വരുന്നത് ഏതാണ് മക്കളെ? ന്യാര എന്നാണ് അല്ലേ. പ്യാര എന്നുള്ളതിന് സമാന ശബ്ദം ന്യാര എന്നുള്ളതിന് സമാന ശബ്ദം പ്യാര എന്നാകുന്നു. ക്ലിയർ അല്ലേ? സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞല്ലോ. യെസ്, എളുപ്പമായിരുന്നു ചോദ്യം. ഇനി അടുത്തത് നോക്കാം. ലഫ്സ് ബാദുഷാ മേ കിത്നെ ഹുറൂഫ് ഹൈ. പദം ബാദുഷ എന്നുള്ളതിന് എത്ര ഹർഫുകളാണ് വരുന്നത്? അത് എൻ്റെ മക്കൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്ന് മാഷിന് ഉറപ്പുണ്ട് അല്ലേ. അത് നിങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലഫ്സ്. അപ്പോൾ ഏതാണ് ബാദുഷ എന്നതിൻ്റെ ഹർഫുകളാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഏതൊക്കെ അക്ഷരം ഉണ്ട് എന്ന് നോക്കുക. ബാദുഷ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബാദുഷ എന്നുള്ളത് ഒരു റൗണ്ടിലാക്കി വെക്കുന്നു. എന്നിട്ട് ഏതെല്ലാം ഉണ്ട് അതിന് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഏതൊക്കെ ഉണ്ട്, എങ്ങനെ നമ്മൾ കണ്ടെത്താം അല്ലേ. അപ്പോൾ ആദ്യം ബേ അല്ലേ, പിന്നെ പ്ലസ്, പിന്നെ അതാ വരുന്നത് ഒരു അലിഫ് വരുന്നുണ്ട്, ബാന്ന് വരുന്നുണ്ടല്ലോ ബാദുഷ. പിന്നെ നമുക്ക് പ്ലസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു ദാല് പ്ലസ് നമുക്കൊരു ഷീന് വരുന്നുണ്ട് അല്ലേ. ബാദുഷ എന്ന് വരുമ്പോൾ ഒരു ഷീൻ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, അതിൽ വരുന്നു അല്ലേ. ആ ഷീൻ മാത്രമാണോ അതിൽ വരുന്നത്? പ്ലസ് എന്തുണ്ട്, ഷാ അല്ലേ, ബാദുഷ എന്നുള്ളത്. അപ്പോൾ അലിഫ് പ്ലസ് ഹേ. അപ്പോൾ എത്ര ഉണ്ടെന്ന് പിന്നെ എന്ത് ചെയ്യുക, എണ്ണി നോക്കുക. ഇനി ഏത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാലും ഇനി നമ്മുടെ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ ഇത് എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് നോക്കുക. 1 2 3 4 5 6. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാ അല്ലേ, ചെഹ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്ത് ചെയ്തു, നമുക്ക് കിട്ടി. നമ്മൾ ആറ് ഹുറൂഫാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ 6 എന്നുള്ളതാണ്. ഓക്കെ അല്ലേ മക്കളെ, സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം. ഹമാരി റിയാസത്തി കേരളക്ക് വസീർ അഅ്ല കോൻ ഹേ അല്ലേ. പെഹലെ ഹിന്ദുസ്ഥാൻ കെ പെഹലെ വസീർ ആസം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തു പഠിച്ചു. പക്ഷേ ഇപ്പോൾ ചോദിച്ചതെന്താ അന്ന് പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മൗജൂദ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്താണ് അല്ലേ. പെഹലെ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. ഇവിടെ എന്ത് ചെയ്തു, മൗജൂദ എന്ന് എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ചോദ്യം അതാണ് എന്ന് എൻ്റെ മക്കൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹമാരി റിയാസത്ത് കേരളക്ക് വസീർ അഅ്ല കോൻ ഹേ. നോ ഡൗട്ട് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്, വസീർ അഅ്ല മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ഫസ്റ്റ് തന്നെ പിണറായി വിജയനാണ്. റെഡിയാണോ? യെസ്, റെഡിയാണോ? യെസ്, സിമ്പിളായിട്ട് ഇപ്പോൾ നടന്നൊരു സംഭവം ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് പിണറായി വിജയൻ എന്ന് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓപ്ഷൻ ഡി ഉമ്മൻചാണ്ടിയിലെ അതിൻ്റെ മുമ്പത്തെ മുഖ്യമന്ത്രി ആയിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. ഓക്കെ, സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. യെസ്, ഇനി നമ്മോട് ചോദിക്കുന്ന ചോദ്യം, കബൂത്തർ കി ആവാസ് ഡാഷ് ഹേ. കബൂത്തറിൻ്റെ ശബ്ദം എങ്ങനെയാണ് അല്ലേ. അത് നിങ്ങൾ ഒരുപാട് 5ാം ക്ലാസ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. 5ാം ക്ലാസ്സിലെ പാഠഭാഗം നമ്മൾ ആദ്യം ഉറുദു പഠിക്കുന്നത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. ഓക്കെ അല്ല മക്കളെ, ഉഡ്വാം എന്നുള്ള ശബ്ദമാണ്, ഓപ്ഷൻ സി ആണ് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് ഈ ചോദ്യം പോലും വായിച്ച് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും
അല്ലേ? ഇനി ആ കബൂത്തറിൻ്റെ അവിടെ തോത്തയാണെങ്കിലോ തോത്താക്കി ആവാസ് അല്ലേ? തോത്താക്കി ആവാസ് എന്താ ഡാഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓപ്ഷൻ എ ആണെന്നും നിങ്ങൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. കവാക്കി ആവാസ് ആണെങ്കിലോ കാക്കയുടെ ശബ്ദമാണെങ്കിലോ ഓപ്ഷൻ ബി ആണ് എന്ന് നിങ്ങൾ പറയും അല്ലേ? അതേപോലെ മുറയിൻ്റെ ശബ്ദം എന്താണ് എന്ന് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഏത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ വളരെ എളുപ്പത്തിലുള്ള ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സി ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാലോ. യെസ്, സെറ്റാണല്ലോ മക്കളെ. യെസ്, ഇനി അവസാനമായിട്ട് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര അല്ലേ? അത് നിങ്ങൾക്ക് ആദ്യമേ വായിച്ച് അതിൻ്റെ അവസാനം ബച്ചോ യേ കിസ്കാ ഷേർ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അല്ലാമ ഇക്ബാൽ ഉണ്ടെങ്കിൽ അത് ആയിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാഷിന് ഉറപ്പാണ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്, ഉറുദുവിൻ്റെ 15 ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാഷിന് ഉറപ്പാണ്. എല്ലാ മക്കളും സെറ്റായിട്ട് ഉറുദുവിൻ്റെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ളത് മാഷിന് ഷുവറാണ്. അല്ല മക്കളെ, സെറ്റല്ലേ? റെഡി അല്ലേ? യെസ്, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും നിങ്ങൾക്ക് വളരെ എനർജറ്റിക് ആയിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ മക്കൾക്കും USS കിട്ടട്ടെ. ഇനി ഇതിലൊക്കെ ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ മക്കളൊന്നും പേടിക്കണ്ട. എല്ലാ മാർക്കും ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും USS കിട്ടും എന്ന് മാഷിന് ഉറപ്പാണ്. എല്ലാ മക്കൾക്കും കിട്ടട്ടെ എന്ന് മാഷ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.